നമസ്കാരം. ഇന്ന് ഏപ്രിൽ 30 മേടം 17 വ്യാഴാഴ്ചയാണ്. ന്യൂസ് ബ്രേക്സ് ആരംഭിക്കുകയാണ്. ഇന്നലെ പുറത്തുവന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ അത് കേരളം ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്താ ദിനമായി ഇന്ന് മാറും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഞാൻ ഉന്മേഷ് ശിവരാമൻ. ഞാൻ അസ്ന സഹീർ. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകൾ അതോടൊപ്പം തന്നെ മറ്റു ചില റിപ്പോർട്ടുകളൊക്കെയുണ്ട്. സമഗ്രമായി ഈ വാർത്തകൾ പരിശോധിക്കും ന്യൂസ് ബ്രേക്സിൽ. വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. കേരളത്തിൽ ഭരണമാറ്റം എന്ന എക്സിറ്റ് പോൾ സർവേകൾ UDF ഭരണം പിടിക്കും എന്നാണ് പ്രമുഖ ഏജൻസികൾ പുറത്തുവിട്ട എക്സിറ്റ് പോളുകൾ പറയുന്നത്. BJP അക്കൗണ്ട് തുറക്കുമെന്നാണ് മിക്ക സർവേകളുടെയും കണക്ക്. LDF-ന് തുടർഭരണമില്ലെന്ന എക്സിറ്റ് പോളുകൾ. പരമാവധി 69 സീറ്റുകൾ വരെയാണ് LDF-നുള്ള സാധ്യത. UDF 71 മുതൽ 79 സീറ്റുകൾ വരെ നേടുമെന്ന് പി മാർക്ക് ഏജൻസിയുടെ എക്സിറ്റ് പോൾ. LDF-ന് 62 മുതൽ 69 സീറ്റുകൾ വരെ. ആക്സിസ് മൈ ഇന്ത്യയും ദേശ് കാ വെർഡിക്റ്റും UDF 90 സീറ്റുകൾക്ക് മുകളിൽ നേടുമെന്ന് പറയുന്നു. പീപ്പിൾസ് സർവേയിൽ UDF-ന് 85 സീറ്റുകൾ. മധ്യ കേരളം UDF തൂത്തുവാരുമെന്ന് ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ. വടക്കൻ കേരളത്തിലും UDF ആധിപത്യം. തെക്കൻ കേരളത്തിൽ LDF-ന് മേൽക്കൈ. NDTV സർവേയും സമാനം. NDTV പോൾ ഓഫ് പോളും സമാനം. പീപ്പിൾസ് ഇന്ത്യ സർവേയിൽ BJP-ക്ക് 14 സീറ്റുകൾ വരെ ലഭിക്കുമെന്നാണ് കണക്ക്. BJP അക്കൗണ്ട് തുറക്കുമെന്ന് ഭൂരിപക്ഷം സർവേകളും പറയുന്നു. ഏതാണ്ട് എല്ലാ സർവേകളും UDF വിജയിക്കുമെന്ന് പറയുമ്പോഴും ആക്സിസ് മൈ ഇന്ത്യ സർവേയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതൽ പേരുടെയും പിന്തുണ പിണറായി വിജയന്. മുഖ്യമന്ത്രി ചർച്ച സജീവമായ കോൺഗ്രസിൽ കൂടുതൽ പേർ പിന്തുണച്ചത് VD സതീശനെ 21% പേർ. രമേശ് ചെന്നിത്തല 8%, KC വേണുഗോപാലിനെ 3% പിന്തുണച്ചു. എക്സിറ്റ് പോളുകൾ ശരിയാകുമോ അതോ പാടുമോ? വോട്ടെടുപ്പിന്റെ യഥാർത്ഥ ഫലമറിയാൻ ഇനി 5 ദിവസത്തെ കാത്തിരിപ്പ്. ഇലക്ഷൻ ഡെസ്ക് 24. എന്തായാലും തെരഞ്ഞെടുപ്പിന് ശേഷം UDF വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിലും LDF ക്യാമ്പുകളൊക്കെ മൗനം പാലിക്കുകയായിരുന്നു. അത് ഉറപ്പായും ഗ്രൗണ്ടിൽ അവർക്ക് അനുകൂലമായ ഒരു വികാരം ഉണ്ടായിരുന്നു എന്നുള്ള വിലയിരുത്തലായിരുന്നു. പക്ഷേ എക്സിറ്റ് പോൾ വന്നതോടുകൂടി കാര്യങ്ങൾ മാറുകയാണ്. ഇടതുമുന്നണി ക്യാമ്പിൽ വലിയ നിരാശ ഉണ്ടാക്കിയിട്ടുണ്ട് എക്സിറ്റ് പോളുകൾ എന്നുള്ളതാണ് മനസ്സിലാകുന്നത്, അല്ലേ? എക്സിറ്റ് പോൾ ഫലങ്ങൾ കണക്കിലെടുക്കുന്നില്ല എന്നാണ് LDF പറയുന്നത്. തുടർഭരണം നേടും എന്നുള്ള ഉറച്ച പ്രതീക്ഷയും LDF നേതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ട്. പുറത്തുവന്ന 9 സർവേ ഫലങ്ങളിൽ 5-ലും NDA സീറ്റ് നേടുമെന്ന് പ്രവചിച്ചിരിക്കുന്നത് BJP-യുടെ ആത്മവിശ്വാസവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വിനേഷ് കുമാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. വിനേഷ്, ഇന്നലെ വരെ തെരഞ്ഞെടുപ്പിൽ പോൾ ചെയ്യപ്പെട്ട കണക്കുകൾ വെച്ചുള്ള കണക്കുകൂട്ടലായിരുന്നെങ്കിൽ ഇന്നലെ രാത്രി എക്സിറ്റ് പോളുകൾ വരുന്നതോടുകൂടി മറ്റു ചില സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. വലിയ ആത്മവിശ്വാസം UDF ക്യാമ്പിന് പകരുന്നതാണ് പുറത്തു വന്ന കണക്കുകൾ. ഒപ്പം തന്നെ LDF ക്യാമ്പിൽ സ്വാഭാവികമായും ചില ആശങ്കകൾ ഉണ്ടായിട്ടുണ്ടാകണം. അക്കൗണ്ട് തുറക്കുമെന്നുള്ള കണക്കുകൾ BJP-ക്ക് NDA-ക്ക് എത്രമാത്രം ആത്മവിശ്വാസം നൽകുകയും ചെയ്യുന്നുണ്ട്. എക്സിറ്റ് പോളുകളുമായി ബന്ധപ്പെട്ട് ഇനിയുള്ള മണിക്കൂറുകളിൽ എന്തൊക്കെയാണ് മുന്നണികളുടെ ചർച്ചകൾ, കണക്കുകൂട്ടലുകൾ? അസിത, ഉന്മേഷ്, ഗുഡ് മോർണിംഗ്. എന്തായാലും UDF ക്യാമ്പ് വലിയ ആവേശത്തിലാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്നലെ എക്സിറ്റ് പോൾ വന്നതിന് ശേഷം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമുക്കറിയാം മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി UDF-നകത്ത് ചെറിയ വിവാദങ്ങളും പിന്നെ ആരോപണ പ്രത്യാരോപണങ്ങളും അല്ലെങ്കിൽ ആ രീതിയിലുള്ള വാഗ്വാദങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇന്നലെ ഇപ്പോൾ ഇത്തരത്തിൽ എക്സിറ്റ് പോൾ പ്രവചനം വരുന്നത്. ഇതിന് ശേഷം UDF ക്യാമ്പ് വലിയ ആവേശത്തിലാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം ഇടതുപക്ഷത്തിന് കാര്യമായ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തെക്കൻ ജില്ലകളിലാണ് എന്ന് തന്നെയാണ് ഈ എക്സിറ്റ് പോൾ പ്രവചനങ്ങളെല്ലാം തന്നെ പറയുന്നത്. വടക്കൻ കേരളത്തിലും അതുപോലെ തന്നെ മധ്യ കേരളത്തിലും UDF-ന്റെ ഒരു സമ്പൂർണ്ണ ആധിപത്യത്തിലേക്ക് കാര്യങ്ങൾ പോവും എന്നുള്ള ഒരു പ്രവചനം കൂടി പുറത്തു വന്നതോടുകൂടി UDF ക്യാമ്പുകൾ വീണ്ടും സജീവമാവുന്നു. കൂടുതൽ നേതാക്കളുടെ പ്രതികരണങ്ങൾക്ക് വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട്. കൂടുതൽ നേതാക്കളുടെ പ്രതികരണങ്ങൾ ഉണ്ടായേക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഇതൊന്നും ഈ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ എന്തായാലും അതിനെ പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടിലേക്കാണ് LDF എത്തിയിരിക്കുന്നത്. LDF നേതാക്കൾ ഇക്കാര്യം ഒരു സൂചന നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും വരും മണിക്കൂറുകൾ നമുക്കറിയാം ഇനി 5-ാമത്തെ ദിവസം കൃത്യമായൊരു വിവരം ജനങ്ങൾക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എങ്കിൽ പോലും ഈ കഴിഞ്ഞ കാലങ്ങൾ 2021-ലെല്ലാം തന്നെ എക്സിറ്റ് പോൾ പ്രവചനങ്ങളെല്ലാം തന്നെ LDF-ന് അനുകൂലമായിരുന്നു നമ്മൾ കണ്ടതാണ്. ആ ഒരു അവസ്ഥ അത് തന്നെയായിരുന്നു പിന്നീട് സംഭവിച്ചതും. അതുകൊണ്ട് തന്നെ അത് കൃത്യമായൊരു സൂചനയാണ് എന്നുള്ള ഒരു വിവരം അത് UDF-നകത്ത് വലിയ ചർച്ചയായിട്ടുണ്ട്. വലിയ ആഹ്ലാദത്തിലും ആവേശത്തിലുമാണ് UDF ക്യാമ്പുകൾ ഉള്ളത്. എന്തായാലും ഒപ്പം തന്നെ ഈ മുഖ്യമന്ത്രി ആര് എന്നതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ വരും ദിവസങ്ങളിലും തുടരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. VD സതീശനെയാണ് കൂടുതൽ ആളുകൾ ഈ എക്സിറ്റ് പോൾ പ്രവചനത്തിൽ UDF-ൽ നിന്നാണെങ്കിൽ VD സതീശനെയാണ് കൂടുതൽ ആളുകൾ പിന്തുണയ്ക്കുന്നത്. രണ്ടാമത് 8% മാത്രമാണ് രമേശ് ചെന്നിത്തലയ്ക്കുള്ളത്. KC വേണുഗോപാലിന് കേവലം 3% മാത്രമാണുള്ളത്. ഈ തർക്കങ്ങൾ വരും ദിവസങ്ങളിലും UDF-ലും കോൺഗ്രസിൽ പ്രത്യേകിച്ച് ഈ തർക്കമുണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും LDF ക്യാമ്പ് തൽക്കാലം ഒരു പ്രതികരണം ഇല്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള എക്സിറ്റ് പോൾ പ്രവചനങ്ങളിൽ 1 പൂർണ്ണമായി വിശ്വസിക്കേണ്ടതില്ല എന്നൊരു നിലപാടിലാണ്. അസിത, ഉന്മേഷ്. 1 പൂർണ്ണമായി വിശ്വസിക്കേണ്ടതില്ല എന്നൊരു നിലപാടിലാണ്. അസിത, ഉന്മേഷ്.
ഓക്കെ, വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. എക്സിറ്റ് പോളുകളുമായി ബന്ധപ്പെട്ട ചർച്ചകളിലാണ് മുന്നണികൾ എന്നുള്ളത് സ്വാഭാവികമായും സംഭവിക്കുന്നതാണ്. പ്രതികരണങ്ങൾ ഇന്നുണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്തായാലും മൗനം പാലിക്കാൻ തന്നെ ഇടതുമുന്നണിക്കാകുമ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പുറത്തുവരുന്ന നിലവിലെ വിവരങ്ങൾ. UDF-ന് വലിയ ആത്മവിശ്വാസം നൽകുന്ന കണക്കുകൾ പുറത്തുവരുന്നു. കോഴിക്കോട് ജില്ലയിൽ 13 സീറ്റുകളും LDF-ന് ലഭിക്കും എന്നാണ് CPI-എമ്മിന്റെ ജില്ലാ സെക്രട്ടറി M മെഹബൂബ് 24-നോട് പ്രതികരിച്ചത്. ബേപ്പൂരിലെ സ്ഥാനാർത്ഥി PA മുഹമ്മദ് റിയാസിനായിരിക്കും ജില്ലയിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷമെന്നും അദ്ദേഹം പറഞ്ഞു. സ്ട്രോങ് റൂം വിവാദം UDF അനാവശ്യമായി ഉണ്ടാക്കിയതാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ സീറ്റുകൾ വർദ്ധിപ്പിച്ച് 3-ാം തവണയും LDF അധികാരത്തിൽ വരുമെന്നും മെഹബൂബ് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം അറിയാൻ ഇനി 4 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. കോഴിക്കോട് CPM-ന്റെ അവസാന ഘട്ടത്തിൽ പ്രതീക്ഷകൾ പങ്കുവെക്കാൻ വേണ്ടി CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള M മെഹബൂബാണ് 24 ചേരുന്നത്. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്, 4 ദിവസങ്ങൾ മാത്രം. അപ്പോൾ ഈ അവസാന ഘട്ടത്തിൽ എന്തൊക്കെയാണ് CPM-ന്റെ പ്രതീക്ഷ? ഞങ്ങൾ വലിയ പ്രതീക്ഷയിലാണ്. വോട്ടർമാരുടെ പ്രതികരണവും അതിനുശേഷമുള്ള പ്രതികരണവും ഞങ്ങൾക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റ് നേടിക്കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരള നിയമസഭയിൽ 3-ാം LDF സർക്കാരിന് വലിയ പങ്കാളിത്തം വഹിക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത്. കഴിഞ്ഞ തവണ 11 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. ഇത്തവണ അത് നിലനിർത്തുമോ അല്ലെങ്കിൽ കൂടുതൽ നേടുവോ കുറയുമോ, എന്താണ് ഒരു വിലയിരുത്തൽ? 11 സീറ്റ് പൂർണ്ണമായിട്ടും ഞങ്ങൾ നിലനിർത്തും. ബാക്കി 2 സീറ്റിൻ്റെ മുകളിലും ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങൾക്ക് ലഭിക്കുമെന്ന രീതിയിൽ തന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ ബേപ്പൂരും പേരാമ്പ്രയായിരുന്നു പ്രധാനമായും ഒരു സ്റ്റാർ മണ്ഡലങ്ങളായി നിന്നത്. കാരണം ബേപ്പൂർ സംബന്ധിച്ചാണെങ്കിൽ ഈ അൻവറിൻ്റെ പ്രവേശനം, അതേപോലെ പേരാമ്പ്രയിലാണെങ്കിൽ ഇപ്പം തഹലിയ, ആ വിഷയമെല്ലാം വളരെ ചർച്ച ചെയ്യപ്പെട്ടു. അവിടെ എങ്ങനെയായിരിക്കും ഒരു മത്സരം? കോഴിക്കോട് ജില്ലയിലെ LDF-ന്റെ സ്ഥാനാർത്ഥി ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി വിജയിക്കുന്നത് സഖാവ് മുഹമ്മദ് റിയാസ് ആയിരിക്കും. അതിലൊരു സംശയമില്ല. പേരാമ്പ്ര ഞങ്ങളുടെ പാർട്ടി കേന്ദ്ര കമ്മിറ്റി മെമ്പറാണ് മത്സരിക്കുന്നത്. സഖാവ് TP രാമകൃഷ്ണനും നല്ല ഭൂരിപക്ഷത്തോടെ തന്നെ വിജയിക്കും. അതിലൊരു സംശയത്തിൻ്റെ പ്രശ്നമില്ല. ഈ ഫലം അറിയാനുള്ള അവസാന നിമിഷങ്ങളാകുമ്പം ഈ സ്ട്രോങ് റൂം വിവാദം ഉയർന്നിട്ടുണ്ട്. അത് UDF വളരെയധികം ഒരു ആരോപണമായിട്ട് ഉന്നയിക്കുന്നുണ്ട്. സ്ട്രോങ് റൂം വിവാദം എങ്ങനെ ഉണ്ടായതാ? സ്ട്രോങ് റൂം വിവാദത്തെപ്പറ്റി നിങ്ങൾ UDF നേതാക്കന്മാരെ ഇൻ്റർവ്യൂ ചെയ്യൂ. ഒരു അനാവശ്യമായിട്ടുള്ളൊരു വിവാദം ഉണ്ടാക്കിയതല്ലേ സ്ട്രോങ് റൂം വിവാദം? സ്ട്രോങ് റൂം തൊട്ടിട്ടുണ്ടോ? സ്ട്രോങ് റൂമിന് ഏപ്രിൽ 9-ാം തീയതി ഇട്ട സീലിനപ്പുറത്ത് ഒരു സീല് പൊളിഞ്ഞിട്ടുണ്ടോ? അവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത് മെറ്റീരിയൽ റൂമാണ്. ആ മെറ്റീരിയൽ റൂം തുറക്കുമ്പോഴും സ്ഥാനാർത്ഥിയോട് പറയുകയും സ്ഥാനാർത്ഥിയും ഭർത്താവും അവിടെ വന്ന് സ്ഥാനാർത്ഥിയുടെ ഭർത്താവിന് മുമ്പിലാണ് മെറ്റീരിയൽ റൂം തുറന്നത്. ആ പ്രചരണം അവരുണ്ടാക്കിയിരിക്കുന്ന കോലാഹലവും വസ്തുതക്ക് നിരക്കാത്തതുമാണെന്ന ധാരണയിൽ എളിഭ്യരായി തിരിച്ചു പോവുകയല്ലേ ചെയ്തത് UDF നേതാക്കൾ. കോഴിക്കോടും അതോടൊപ്പം തന്നെ കേരളത്തിലും LDF വലിയ മുന്നേറ്റം കാഴ്ചവെക്കുന്നതാണ് M മെഹബൂബ് പറയുന്നത്. ക്യാമറാമാൻ ജയൻ കല്ലാശ്ശേരിക്കൊപ്പം വർഷ ഗിരീഷ്, 24 കോഴിക്കോട്. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ പതനം പ്രവചിച്ച എക്സിറ്റ് പോൾ ഫലങ്ങൾ 5 ഏജൻസികൾ BJP അധികാരത്തിലെത്തുമെന്നാണ് പ്രവചിക്കുന്നത്. 142 മുതൽ 208 സീറ്റ് വരെ നേടി BJP അധികാരം പിടിക്കുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. 187 സീറ്റ് പ്രവചിക്കുന്ന പീപ്പിൾസ് പൾസ് മാത്രമാണ് തൃണമൂലിന് തുടർഭരണം പറയുന്നത്. ഇടതു പാർട്ടികൾ 4 സീറ്റ് വരെ നേടുമെന്നും സർവേകൾ പ്രവചിക്കുന്നു. ബംഗാളിൽ ഒരൊറ്റ തെരഞ്ഞെടുപ്പ് കൊണ്ട് വോട്ട് ശതമാനത്തിൽ പാർട്ടികൾ കുതിക്കുന്നതും വൻ വീഴ്ച ഉണ്ടാകുന്നതുമാണ് 2000-ന് ശേഷമുള്ള തെരഞ്ഞെടുപ്പുകൾ കാണിച്ചിട്ടുള്ളത്. 2021-ൽ അത്തരമൊരു വൻ കുതിപ്പ് നടത്തിയാണ് വെറും 3 സീറ്റിൽ നിന്ന് BJP 77 സീറ്റിലേക്ക് ഉയർന്നത്. ഇത്തവണ മറ്റൊരു സ്വപ്ന കുതിപ്പ് BJP നടത്തുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ. പീപ്പിൾസ് പൾസ് തൃണമൂലിനാണ് ഭൂരിപക്ഷം പ്രവചിക്കുന്നത്. പക്ഷേ 2 തവണ തുടർച്ചയായി ഒറ്റയ്ക്ക് 200 സീറ്റ് മറികടന്ന പാർട്ടിക്ക് ഇത്തവണ അതുണ്ടാവില്ലെന്നാണ് പ്രവചനം. 148 സംസ്ഥാനത്തെ മാന്ത്രിക സംഖ്യ. 2021-ൽ എക്സിറ്റ് പോളുകളെ തിരുത്തി ബംഗാൾ വിജയം നൽകിയ ചരിത്രം തൃണമൂലിന് മുന്നിലുണ്ട്. അതുകൊണ്ട് എക്സിറ്റ് പോളുകൾ കാര്യമാക്കേണ്ടെന്നാണ് തൃണമൂൽ നേതാക്കൾ പറയുന്നത്. 24 കൊൽക്കത്ത. അസമിലേക്ക് എത്തുമ്പോൾ അവിടെ BJPക്ക് ഭരണ തുടർച്ച ഉണ്ടാകും എന്നാണ് എക്സിറ്റ് പോൾ പ്രവചനം. BJP 82 മുതൽ 101 വരെ സീറ്റ് നേടി അധികാരം നിലനിർത്തും എന്ന് എക്സിറ്റ് പോളുകൾ പറയുന്നു. കോൺഗ്രസ് 15 മുതൽ 36 സീറ്റ് വരെ നേടുമെന്നാണ് എക്സിറ്റ് പോളുകളുടെ പ്രവചനം. പ്രീ പോളുകൾ ഒന്നാകെ പറഞ്ഞത് BJPയുടെ തുടർഭരണം.
വോട്ടെടുപ്പ് കഴിഞ്ഞ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നപ്പോഴും അതിൽ മാറ്റമില്ല. സംസ്ഥാനത്ത് ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി BJP തേരോട്ടമെന്നാണ് പ്രവചനം. ഗൗരവ് ഗൊഗോയുടെ നേതൃത്വത്തിൽ പുതിയ ആവേശം കോൺഗ്രസ് ക്യാമ്പിൽ കണ്ടതാണെങ്കിലും മാന്ത്രിക സംഖ്യയായ 64-നടുത്തേക്ക് ഇത്തവണയും എത്താനാകില്ലെന്ന് ഫലങ്ങൾ സൂചിപ്പിക്കുന്നു. 10 വർഷം അധികാരത്തിൽ ഇരുന്നതിന്റെ ഭരണവിരുദ്ധ വികാരം വോട്ടാവില്ല. ഹിമന്ത ബിശ്വ ശർമ്മ കൂടുതൽ കരുത്തനായി, സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തി. ഒപ്പം കുടിയേറ്റ വർഗീയ വിഷയങ്ങളിലൂടെ ഹിന്ദു വോട്ടുകളുടെ ഏകീകരണവും ഇത്തവണ സാധ്യമായേക്കാം. ഭിന്നിച്ചു പോകുന്ന പ്രതിപക്ഷ വോട്ടുകളും BJPയുടെ കുതിപ്പിന് സഹായകരമാകുമെന്നാണ് വിലയിരുത്തൽ. 24 കൊൽക്കത്ത. പശ്ചിമബംഗാളിൽ ഭരണമാറ്റമാണ് പറഞ്ഞതെങ്കിൽ തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും തുടർഭരണം പ്രവചിക്കുകയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ. പുറത്തുവന്ന ഫലങ്ങളിൽ ഭൂരിഭാഗവും ഇതേ ഫലമാണ് പ്രവചിക്കുന്നത്. എന്നാൽ ആക്സിസ് മൈ ഇന്ത്യ സർവേയിൽ വിജയുടെ തമിഴക വെട്രിക്കഴകം അധികാരത്തിൽ എത്തുമെന്നാണ് പറയുന്നത്. 234 സീറ്റുകളാണ് തമിഴ്നാട്ടിൽ. മാജിക് നമ്പർ 118. പീപ്പിൾസ് പോൾ, മാട്രിക്സ്, PMarQ, ടുഡേസ് ചാണക്യ, അഗ്നി തുടങ്ങി വിവിധ സർവേ ഫലങ്ങളിലെല്ലാം 120 മുതൽ 160 വരെ സീറ്റുകൾ DMK സഖ്യത്തിന് പ്രവചിക്കുന്നുണ്ട്. എന്നാൽ ഏറെ പ്രചാരത്തിലുള്ള ആക്സിസ് മൈ ഇന്ത്യ സർവേയിൽ വിജയുടെ TVK തമിഴകം തൂത്തുവാരുമെന്ന് പ്രവചിക്കുന്നു. 98 മുതൽ 120 സീറ്റുകൾ വരെ TVKക്ക് ലഭിക്കും. 92 മുതൽ 110 സീറ്റുകൾ വരെയാണ് DMK സഖ്യത്തിന് പ്രവചിക്കുന്നത്. ADMK സഖ്യം 22 മുതൽ 32 വരെ സീറ്റുകളിലേക്ക് ഒതുങ്ങും. JVC സർവേയിലും വോട്ട് വൈബ് CNN സർവേയിലും മാത്രമാണ് അണ്ണാ DMK സഖ്യത്തിന് അനുകൂലമായി പറയുന്നത്. ഇരു സർവേകളിലുമായി 124 മുതൽ 147 സീറ്റുകൾ വരെയാണ് പ്രവചനം. TVKയ്ക്ക് 1 മുതൽ 42 സീറ്റുകൾ വരെ പ്രവചിക്കുന്ന സർവേ ഫലങ്ങളുമുണ്ട്. പുതുച്ചേരിയിൽ NR കോൺഗ്രസ് നേതൃത്വം നൽകുന്ന NDA സഖ്യം തുടരുമെന്നാണ് എല്ലാ സർവേകളും പറയുന്നത്. ആകെയുള്ള 30 സീറ്റുകളിൽ 16 മുതൽ 20 സീറ്റുകൾ വരെ NR കോൺഗ്രസ് സഖ്യം നേടും. 6 മുതൽ 8 സീറ്റുകൾ വരെയാണ് DMK കോൺഗ്രസ് സഖ്യത്തിന് ലഭിക്കുക. TVK 2 മുതൽ 4 സീറ്റുകൾ വരെ നേടുമെന്നും പ്രവചിക്കപ്പെടുന്നു. 24 ചെന്നൈ. MPമാരുടെ കൂറുമാറ്റം പാർട്ടിയെ ബാധിക്കില്ലെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മാൻ ഇന്നലെ ജലന്ധറിൽ ചേർന്ന MLAമാരുടെയും ബ്ലോക്ക് ഒബ്സർവർമാരുടെയും യോഗത്തിലാണ് ഭഗവന്ത് മാൻ നയം വ്യക്തമാക്കിയത്. പാർട്ടിയുടെ യഥാർത്ഥ കരുത്ത് പ്രവർത്തകരും ഭരണ നേട്ടങ്ങളുമാണെന്ന് മനീഷ് സിസോദിയ യോഗത്തിൽ ഓർമ്മിപ്പിച്ചു. അതേസമയം BJPയിലേക്ക് പോയ MPമാരെ അയോഗ്യരാക്കണം എന്നാവശ്യപ്പെട്ട് ആം ആദ്മി പാർട്ടി ഉടൻ സുപ്രീം കോടതിയെ സമീപിക്കും. അർജുൻ പീതാംബരനാണ് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. അർജുൻ, ഗുഡ് മോർണിംഗ്. ഈ പ്രതിസന്ധി എങ്ങനെ മറികടക്കുമെന്നാണ് ആം ആദ്മി എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? അർജുൻ. ഉന്മേഷ്, അസിത, ആം ആദ്മി പാർട്ടിക്ക് മുന്നിൽ ഇപ്പോൾ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, പഞ്ചാബ് തിരഞ്ഞെടുപ്പ് മുൻനിർത്തിക്കൊണ്ട് കൂടുതൽ കൂറുമാറ്റമോ ഈ MPമാരുടെയും MLAമാരും കൂട്ടത്തോടെയുള്ള പലായനമോ ഇല്ലാതെയാക്കുക, അത് തടയുക എന്നുള്ളത്. മാത്രമല്ല, ഇപ്പോൾ കാലുമാറിയിട്ടുള്ള 7 MPമാർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉറപ്പാക്കുക എന്നുള്ള 2 കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, നിലവിൽ സുപ്രീം കോടതിയെ സമീപിക്കാൻ വേണ്ടിയിട്ടാണ് നിലവിൽ ആം ആദ്മി പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഈ കൂറുമാറിയിട്ടുള്ള 7 MPമാർക്കെതിരെ നേരത്തെ രാജ്യസഭാ അധ്യക്ഷൻ അവരുടെ കൂറുമാറ്റം, അവരുടെ ലയനമെല്ലാം തന്നെ അംഗീകരിച്ചതാണ്. അതുകൊണ്ട് രാജ്യസഭ അധ്യക്ഷനിൽ നിന്നും അവർ ഒരു നടപടി പ്രതീക്ഷിച്ചിരുന്നതല്ല. അതിനപ്പുറത്തേക്ക് നിയമപരമായി പോരാടാം, ഇവർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി ഉണ്ടാക്കണം, അവരെ അയോഗ്യരാക്കണം എന്നുള്ള കാര്യം തന്നെയാണ് ആം ആദ്മി പാർട്ടി മുൻനിർത്തിക്കൊണ്ട് അതിനുവേണ്ടി പോരാടുന്നത്. അതിനപ്പുറത്തേക്ക് കൂടുതൽ MPമാരോ MLAമാരോ പ്രത്യേകിച്ചും പഞ്ചാബ് കേന്ദ്രീകരിച്ച് പാർട്ടിയിൽ നിന്നും പോകാതെ തടുക്കണമെന്നുള്ള കാര്യം കൂടി ഉണ്ട്. അതിനുവേണ്ടി ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളും അതുപോലെ തന്നെ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാനും പല MLAമാരുമായിട്ടും MPമാരുമായിട്ടും ആശയവിനിമയം നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ജലന്ധറിൽ വെച്ച് ഇത്തരത്തിലൊരു യോഗം MLAമാരുടെയും അതുപോലെ തന്നെ ബ്ലോക്ക് ഒബ്സർവർമാരുടെയും ഒരു യോഗം ചേർന്നത്. അതിൽ തന്നെ ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള MLAമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, അതല്ലെങ്കിൽ BJPയിൽ നിന്നും ആരെങ്കിലും സമീപിക്കുകയാണെങ്കിൽ അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യണം, അത് ഏത് തരത്തിൽ മറികടക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതിനപ്പുറത്തേക്ക് മെയ് 5-ാം തീയതി ഭഗവന്ത് മാനും അതുപോലെ തന്നെ പഞ്ചാബിലെ MLAമാരും രാഷ്ട്രപതിയെ കാണാൻ ഡൽഹിയിലേക്ക് എത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസമാണ് സമയം അനുവദിച്ച് നൽകിയത്. ഈ MPമാർക്കെതിരെ നടപടി കർശനമാക്കാൻ വേണ്ടി, നടപടി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കും ഈ കൂടിക്കാഴ്ച. അതിനപ്പുറത്തേക്ക് പഞ്ചാബിൽ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി BJPയിൽ നിന്നും ശ്രമങ്ങൾ ഉണ്ടാകുന്നു, അതിനെ ഏത് തരത്തിൽ ചെറുക്കണം, അതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതിയുടെ സഹായം തേടാൻ കൂടിയായിരിക്കും എന്തായാലും ഒരു കൂടിക്കാഴ്ച എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി ഏകദേശം 1 വർഷം പോലുള്ള ഏകദേശം 10 മാസം മാത്രമാണ് പഞ്ചാബ് തിരഞ്ഞെടുപ്പിലേക്ക് ബാക്കിയുള്ളത്. അതിനുള്ളിൽ തന്നെ അവിടെ BJP ആം ആദ്മി പാർട്ടിയിൽ നിന്നും കൂടുതൽ നേതാക്കളെയും MLAമാരെയും MPമാരെയും ചാക്കിട്ട് പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ ഇപ്പുറത്തേക്ക് മറുകണ്ഠം ചാടിച്ചുകൊണ്ട് അവരുടെ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അതിനെ ചെറുത്ത് വീണ്ടും ഒരു ഭരണ തുടർച്ച ഉണ്ടാക്കാൻ പറ്റുന്ന ശ്രമങ്ങളാണ് ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അസിത, ഉന്മേഷ്.
ശരി, അർജുൻ പീതാംബരനാണ് ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. കടുത്ത ചൂടിന് ആശ്വാസമായി സംസ്ഥാനത്ത് പരക്കെ വേനൽ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. മെയ് 2 വരെ വിവിധ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. വിവരങ്ങളുമായി എസ് വിനേഷ് കുമാർ തിരുവനന്തപുരത്തു നിന്നും. വിനേഷ്, വലിയ ചൂടായിരുന്നു, ചിലയിടങ്ങളിലൊക്കെ മഴ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും അത് തുടരും എന്നുള്ളതാണോ മുന്നറിയിപ്പ്? ഉന്മേഷ്, എന്തായാലും മഴ ശക്തമായ രീതിയിൽ തന്നെ ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും മഴ കിട്ടി തുടങ്ങി എന്നുള്ളതാണ് നേരിയ ആശ്വാസം പകരുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ഉണ്ടാവും എന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. ഇതിൽ പ്രധാനമായും തിരുവനന്തപുരം, അതുപോലെ തന്നെ കൊല്ലം, മറ്റുള്ള ജില്ലകളിലെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മഴയുണ്ടായിരുന്നു. ഇന്നലെ മുതൽ തന്നെ ചൂട് കുറഞ്ഞു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം നമുക്കറിയാം, മുന്നറിയിപ്പുകളെല്ലാം തന്നെ കാലാവസ്ഥാ വകുപ്പ് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം വരും ദിവസങ്ങളിൽ താപനിലയിൽ കൂടുതൽ വ്യതിയാനം ഉണ്ടാവും, താപനില ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ള ആ ഒരു മുന്നറിയിപ്പാണ് പിൻവലിച്ചിട്ടുള്ളത്. അതായത് ശക്തമായ മഴ ഉണ്ടാവും എന്ന് തന്നെയാണ്. ഇന്നലെ നമുക്കറിയാം യെല്ലോ അലേർട്ട് ഉണ്ടായിരുന്നു. തിരുവനന്തപുരം മുതൽ 4 ജില്ലകളിൽ, തെക്കൻ ജില്ലകളിലായിരുന്നു ഇന്നലെ യെല്ലോ അലേർട്ട് ഉണ്ടായിരുന്നത്. ഇന്നലെ ഒറ്റപ്പെട്ട മഴ പലയിടങ്ങളിലും ലഭിച്ചു. ഇന്നും അതുപോലെ തന്നെ യെല്ലോ അലേർട്ട് ഉണ്ട്. ഇന്നലെ 3 മണിക്കൂർ നേരം ചിലയിടങ്ങളിൽ ഓറഞ്ച് അലേർട്ട് കൂടി പ്രഖ്യാപിച്ചത് നമ്മൾ കണ്ടതാണ്. അവിടെയെല്ലാം തന്നെ കാര്യമായ മഴ ലഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, അതുപോലെ തന്നെ പത്തനംതിട്ട, കോട്ടയം പോലുള്ള ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴ ലഭിച്ചിട്ടുണ്ട്. വടക്കൻ ജില്ലകളിലാണ് പൊതുവെ മഴ കുറഞ്ഞിട്ടുള്ളത്. മധ്യ കേരളത്തിലും അതുപോലെ തന്നെ മഴ കാര്യമായി തെക്കൻ ജില്ലകളിൽ ലഭിച്ച അത്ര മഴ ലഭിച്ചിട്ടില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ മഴ ഉണ്ടാവും എന്ന് തന്നെയാണ് അറിയാൻ കഴിയും. അത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ വൈദ്യുതി ഉപഭോഗം കുറഞ്ഞു എന്ന് തന്നെയാണ് ഇപ്പോൾ KSEB പറയുന്നത്. കാരണം ഇടമഴ ലഭിച്ചത് തന്നെയാണ് ഇതിനൊരു പ്രധാന കാരണമായി അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ലോഡ് ഷെഡിംഗ് ഒരു കാരണവശാലും ഉണ്ടാവില്ല, വൈദ്യുതി നിയന്ത്രണമില്ല. നിലവിൽ ഈ ഉപഭോഗം വർദ്ധിക്കുന്നതനുസരിച്ച് ട്രിപ്പ് ആവുന്നതോടുകൂടിയാണ് ഇത്തരത്തിൽ വൈദ്യുതി നിലയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. അല്ലാതെ KSEB വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് KSEBയുടെ യോഗത്തിൽ മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും വൈദ്യുതി നിയന്ത്രണം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഇതോടെ അറിയാൻ കഴിയുന്നത്. എന്തായാലും ചൂടിന് നേരിയ ശമനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഉന്മേഷ്. ശരി, വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. പലയിടത്തും മഴ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും അത് തുടരും. കടുത്ത ചൂടിന് നേരിയ തോതിൽ ആശ്വാസമുണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. തൃശൂർ മുണ്ടത്തിക്കോട് ദുരന്തത്തിൽ ജുഡീഷ്യൽ കമ്മീഷൻ ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായരുടെ പരിശോധന അടുത്ത ദിവസങ്ങളിലും തുടരും. ഇന്നലെ തൃശൂരിൽ എത്തിയ കമ്മീഷൻ ദുരന്തബാധിത പ്രദേശം സന്ദർശിച്ചിരുന്നു. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്ന വിമർശനമാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ സന്ദർശനത്തിന് ശേഷം മാധ്യമങ്ങളോട് പങ്കുവച്ചത്. പ്രാഥമിക സന്ദർശനമാണെന്നും അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടയാളുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തുമെന്നും ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ മാധ്യമങ്ങളോട് പറഞ്ഞു. അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ പലരും മാനസിക നില വീണ്ടെടുത്തിട്ടില്ല. വെടിക്കെട്ട് നിരോധിക്കണമെന്ന് കമ്മീഷന് നിലപാടില്ലെന്നും CN രാമചന്ദ്രൻ നായർ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ഇപ്പോൾ ഒരു വാർത്ത വരുന്നത് കർണാടകയിൽ നിന്നാണ്. അവിടെ മഴക്കെടുതിയിൽ 2 മലയാളികൾ മരിച്ചിരുന്നു. അവരുടെ മൃതദേഹം ഇപ്പോൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി എന്നുള്ള വാർത്ത സജു അറിയിക്കുന്നുണ്ട്. ഇന്നലെ രാത്രി പോസ്റ്റ്മോർട്ടം നടന്നിരുന്നതിന് ശേഷമാണ് ഇപ്പോൾ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിരിക്കുന്നത്. 7 പേർക്ക് പരിക്കുണ്ട്. ഇതിൽ ഒരു മലയാളി ഉൾപ്പെടെ 2 പേരുടെ നില ഗുരുതരം എന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരമെന്നും സജു അറിയിക്കുന്നുണ്ട്. അല്പസമയത്തിനകം ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് എത്താം. മറ്റൊരു റിപ്പോർട്ടിലേക്കാണ് ഇപ്പോൾ. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹജ്ജ് കർമ്മത്തിനായി കേരളത്തിൽ നിന്ന് പോകുന്നവരുടെ ആദ്യ സംഘം ഇന്ന് കൊച്ചിയിൽ നിന്ന് യാത്ര തിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 2:10 വിമാനം. സംസ്ഥാനത്ത് 3 എംബാർക്കേഷൻ പോയിന്റുകളാണുള്ളത്. ഇതിൽ നെടുമ്പാശ്ശേരിയിൽ നിന്നാണ് ഈ വർഷത്തെ ആദ്യ ഹജ്ജ് സർവീസ് ആരംഭിക്കുന്നത്. ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നിന്നും ഈ വർഷം ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ അനുമതി ലഭിച്ചിരിക്കുന്നത് 13,194 പേർക്കാണ്. ഇതിൽ 8,000-ലധികം പേരും കൊച്ചിയിൽ നിന്നാണ് യാത്ര ചെയ്യുന്നത്. ഇതിനു പുറമെ ലക്ഷദ്വീപിൽ നിന്നുള്ള 107 പേരുടെ സംഘവും കൊച്ചിയിൽ നിന്നായിരിക്കും യാത്ര തിരിക്കുക. ഇറാനെതിരെയുള്ള നാവിക ഉപരോധമാണ് നേരിട്ടുള്ള സൈനിക നടപടിയേക്കാൾ ഫലപ്രദമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ആണവ വിഷയത്തിൽ ഇറാനിൽ നിന്നും ഉറപ്പ് ലഭിക്കാതെ ഉപരോധം പിൻവലിക്കില്ലെന്നും ട്രംപ് അമേരിക്കൻ മാധ്യമമായ ആക്സിയോസിന് അനുവദിച്ച അഭിമുഖത്തിൽ പറഞ്ഞു. അമേരിക്ക നാവിക ഉപരോധം തുടർന്നാൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരും എന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഇറാൻ വെടിനിർത്തൽ നീട്ടിയതിൽ ട്രംപിനെ അഭിനന്ദിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ.
ഇനി കോഴിക്കോട്ടേക്കാണ്. കോഴിക്കോട് എരമംഗലം കോമത്തുചാലിൽ കരിങ്കൽ ക്വാറിക്കെതിരായ ജനകീയ സംരക്ഷണ സമിതിയുടെ പ്രതിഷേധം തുടരുകയാണ്. ക്വാറി നടത്തിപ്പിനെതിരെ പലതവണ അധികൃതർക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിനെ തുടർന്നാണ് ഇന്നലെ ലോറി ഉൾപ്പെടെ തടഞ്ഞുവെച്ച് നാട്ടുകാർ സമരം ശക്തമാക്കിയത്. കഴിഞ്ഞ 22 ദിവസമായി സമരസമിതി പ്രതിഷേധം തുടരുകയാണ്. വർഷ ഗിരീഷ് കോഴിക്കോട് നിന്ന് ചേരുന്നു. വർഷ, വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. ആ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ? ഒരു തീരുമാനമാകും വരെ അത് തുടരാൻ തന്നെയാണ് അവരുടെ തീരുമാനം എന്നുള്ളത് ഇന്നലെ തന്നെ പ്രതികരണങ്ങളായി വന്നിരുന്നു. അങ്ങനെ തന്നെയാണോ കാര്യങ്ങൾ? ഉന്മേഷ്, അസിത, ഗുഡ് മോർണിംഗ്. അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ. കോറിക്കെതിരെ എന്തായാലും സമരം ശക്തമാക്കുമെന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. കഴിഞ്ഞ 23 ദിവസമായി ഈ കോമത്തുചാലിലെ കോറിക്കെതിരെ പ്രദേശവാസികൾ സമരം തുടരുകയാണ്. ഈ കോറിയുമായി ബന്ധപ്പെട്ടുള്ള നടത്തിപ്പിലാണ് ഇവർക്ക് പരാതിയുള്ളത്. അതായത് ഈ കോറിയുടെ കല്ലും മണ്ണുമെല്ലാം ജനവാസ മേഖലയിൽ കൊണ്ടിടുന്നു എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. തുടർന്ന് ഒരു മഴ പെയ്താൽ ഈ മണ്ണും കല്ലും എല്ലാം വീട്ടിലേക്ക് ഒഴുകിയെത്തുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത്. അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ പാറ പൊട്ടിക്കുന്നത് കാരണം പ്രദേശത്തെ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നുവെന്നും പ്രദേശത്ത് കുടിവെള്ളക്ഷാമം ഉണ്ടാകുന്നതെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രദേശവാസികൾ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുട്ടികളെ എല്ലാം ഇത് വളരെയധികം മോശമായി ബാധിക്കുന്നുണ്ട്. പെട്ടെന്ന് ഈ പാറ പൊട്ടിക്കുന്ന ശബ്ദം കേൾക്കുമ്പോൾ കുട്ടികളിലെല്ലാം വലിയ അസ്വസ്ഥത ഉണ്ടാക്കുന്നതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരോപിച്ചുകൊണ്ടാണ് പ്രദേശവാസികൾ കഴിഞ്ഞ 23 ദിവസമായി ഇവിടെ സമരം ചെയ്യുന്നത്. ഇന്നലെ ഈ സമരം ഒരു സംഘർഷഭരിതമാവുന്ന ഒരു അവസ്ഥ കൂടി എത്തിയിരുന്നു. കോറിയിൽ നിന്നും കല്ല് കയറ്റി വരുന്ന ലോറി തടഞ്ഞതോടുകൂടിയാണ് പ്രശ്നം വഷളായത്. തുടർന്ന് സ്ത്രീകളും കുട്ടികളും അടക്കം 39 പേരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. എന്തായാലും ഹൈക്കോടതി ഉത്തരവോട് കൂടിയാണ് തങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് കോറി ഉടമകൾ പറയുന്നത്. എന്നാൽ ഇനി ഈ കോറി പ്രവർത്തനം നടത്താൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് പ്രദേശവാസികളുടെ തീരുമാനം. എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാകണമെന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇനിയൊരു യമണ്ടൻ ചക്കക്കഥയാണ് പറയാൻ പോകുന്നത്. കാര്യം നിസ്സാരമല്ല. ഒറ്റ ഞെട്ടിൽ 30-ലധികം ചക്കകളാണ് തൂങ്ങിക്കിടക്കുന്നത്. എയോ പ്ലാസ്റ്റിക്കോ ഒന്നുമല്ല, നല്ല ഒന്നാന്തരം നാടൻ വരിക്കച്ചക്കകളാണ്. കണ്ണൂർ കായലോട് സ്വദേശി KM ജയരാജന്റെയും വത്സലയുടെയും വീട്ടിലാണ് ഈ അത്ഭുതം. ഈ പ്ലാവ് ഒരു ഭീകര അല്ല, അത്ഭുത സംഭവമാണ്. 10-26 വയസ്സുണ്ട് കക്ഷിക്ക്. ഇക്കാലത്തിനിടയിൽ ഇതാദ്യമായാണ് ഇതുപോലെ പുഷ്പിച്ചു കായ്ക്കുന്നത്. പ്രത്യേക വളമോ പരിപാലനമോ ഒന്നുമില്ല. വീട് കൂടിയിട്ട് 30-32 കൊല്ലമായി. പക്ഷെ 26 കൊല്ലം ഇത് പ്ലാവ് ഉണ്ടായിട്ട് പക്ഷെ മുമ്പെല്ലാം ഉണ്ടായിരുന്നു ചക്ക. ഇപ്പം നല്ല ഇപ്രാവശ്യം ഇങ്ങനെയുള്ളത്. വേറെ പ്ലാവിലൊന്നും ഇങ്ങനെയില്ല. എല്ലാ വർഷവും കായ്ക്കാറുണ്ട്. എപ്പോഴും ഒരുപോലെ കായ്ച്ചിട്ടെന്താ, ഒരു വെറൈറ്റി ഒക്കെ വേണ്ടേ എന്ന് പ്ലാവ് ചിന്തിച്ചു കാണും. അതുകൊണ്ടെന്താ, ആള് വൈറലായില്ലേ? പ്ലാവിൽ വേറെയും ചക്കക്കുലകളുണ്ട്. അവയും ഒറ്റഞ്ഞെട്ടിൽ തന്നെ തൂങ്ങിയാടുകയാണ്. രജീഷ് കരിവള്ളൂരിനൊപ്പം ഗോകുൽ കെ വേണുഗോപാൽ, 24 കണ്ണൂർ. കണ്ണൂർ അഞ്ചരക്കണ്ടി സ്വകാര്യ ഡെന്റൽ കോളേജിലെ BDS വിദ്യാർത്ഥി RL നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. ഇത് സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ഉത്തരവിറക്കി. കണ്ണൂർ കമ്മീഷണറുടെ ശുപാർശ പ്രകാരമാണ് തീരുമാനം. കുടുംബത്തിന്റെ പരാതിയും ലോൺ ആപ്പ് കേസും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. കേസിലെ 1-ാം പ്രതി ഓറൽ പതോളജി വിഭാഗം മേധാവി ഡോക്ടർ MK റാമിന്റെ മുൻകൂർ ജാമ്യ ഹർജി കോടതി തള്ളിയിരുന്നു. ഇയാൾ ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. ക്രൈംബ്രാഞ്ച് സംഘം ഉടൻ തന്നെ നിതിൻ രാജിന്റെ കുടുംബാംഗങ്ങളുടെ മൊഴി രേഖപ്പെടുത്തും. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ ആത്മഹത്യ ചെയ്ത BDS വിദ്യാർത്ഥി RL നിതിൻ രാജിന്റെ കുടുംബത്തിന് CPIM നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ തറക്കല്ലിടൽ ഇന്നാണ്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വൈകുന്നേരം 5 മണിക്ക് തറക്കല്ലിടും. വീട് വയ്ക്കാനായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ നേരത്തെ 5 ലക്ഷം രൂപയുടെ ചെക്ക് കുടുംബത്തിന് കൈമാറിയിരുന്നു. വീട് പണി ആരംഭിച്ചതിന് ശേഷം 2ാം ഘട്ട തുകയും നൽകും. വിരമിച്ച ശേഷവും ഔദ്യോഗിക മുദ്ര പതിപ്പിച്ച കാറിൽ സഞ്ചരിച്ചതിന് മുൻ DGP ടോമിൻ ജെ തച്ചങ്കരിക്കെതിരെ കേസെടുത്തേക്കും. DGPയുടെ നിർദ്ദേശപ്രകാരം തച്ചങ്കരിക്കെതിരെ അന്വേഷണം ആരംഭിച്ചിരുന്നു. സർവീസിൽ നിന്ന് വിരമിച്ച് 3 വർഷം പിന്നിട്ടിട്ടും കാറിൽ നക്ഷത്ര ചിഹ്നം ഉപയോഗിച്ച സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് 250 രൂപ പിഴയിട്ടിരുന്നു. ബോർഡ് തുണി കൊണ്ട് മറച്ചിരുന്നുവെന്നും അത് മാറ്റാത്തത് ഡ്രൈവറുടെ വീഴ്ചയാണെന്നുമാണ് ടോമിൻ തച്ചങ്കരിയുടെ വിശദീകരണം.
കോൺഗ്രസിൽ വീണ്ടും സജീവമായി വ്യാജ കത്ത് വിവാദം. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പേരിൽ കെ സുധാകരനെതിരെ കത്ത് പ്രചരിപ്പിച്ച കേസിൽ സുധാകരന്റെ മരുമകൻ അജിത് കുമാറിനെ ചോദ്യം ചെയ്തതോടെയാണ് വിഷയം വീണ്ടും സജീവമായത്. സണ്ണി ജോസഫ് നൽകിയ പരാതിയിലാണ് അജിത് കുമാറിനെ സൈബർ പോലീസ് ചോദ്യം ചെയ്തത്. കണ്ണൂർ മണ്ഡലത്തിൽ കെ സുധാകരൻ മത്സരിച്ചാൽ പരാജയപ്പെടുമെന്ന തരത്തിൽ സണ്ണി ജോസഫ് AICCക്ക് അയച്ചതായുള്ള കത്ത് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് സണ്ണി ജോസഫ് പരാതി നൽകിയത്. അടയ്ക്ക കർഷകർക്ക് ഒരു സന്തോഷ വാർത്ത. കിലോ കണക്കിന് അടയ്ക്കകൾ ഇനി മണിക്കൂറുകളെടുത്ത് കത്തി ഉപയോഗിച്ച് പ്രയാസപ്പെട്ട് പൊതിച്ചെടുക്കേണ്ട. അടയ്ക്ക പൊതിക്കാൻ മെഷീൻ കണ്ടെത്തുക മാത്രമല്ല, അതിന് പേറ്റന്റും നേടിയെടുത്തിരിക്കുകയാണ് കണ്ണൂർ സ്വദേശി ജോയ് അഗസ്റ്റിൻ. കത്തിയുടെ മൂർച്ചയുള്ള തുമ്പുകൊണ്ട് അടയ്ക്ക കുത്തിപ്പൊളിക്കുന്നവരുടെ ബുദ്ധിമുട്ട് കണ്ടാണ് ജോയ് അടയ്ക്ക മെഷീൻ നിർമ്മിക്കാൻ ഇറങ്ങി പുറപ്പെട്ടത്. ഇതിപ്പോൾ ഒരൊറ്റ വെട്ടിൽ അടയ്ക്ക പുറത്തേക്കെത്തും. സംഗതി സിമ്പിൾ. 25 വർഷത്തോളമായി ഇതിൻ്റെ വർക്ക് തുടങ്ങിയിട്ട്, ഗവേഷണം തുടങ്ങിയിട്ട്. അപ്പോൾ ഇത്രയും വർഷം കൊണ്ടാണ് ശരിക്കും അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ മോഡൽ കുറേ ഉണ്ടാക്കി. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ആദ്യം കൊടുത്ത മോഡലുകളൊക്കെ കുറച്ച് ഫെയിലിയേഴ്സ് ആയിരുന്നു. ആളുകളുടെ ഫീഡ്ബാക്ക് അനുസരിച്ച് പിന്നെ അത് മാറ്റി ഒരു വർഷമേ ആയുള്ളൂ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഇപ്പോൾ ആക്കിയിട്ട്. അപ്പോൾ അങ്ങനെ ആക്കി റെഡിയായിട്ടിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ പേറ്റന്റ് അത് കിട്ടിയിട്ടുള്ളത്. ലക്ഷങ്ങളാണ് കർഷകർക്ക് ഏറെ ഉപകാരപ്പെടുന്ന മെഷീൻ നിർമ്മിക്കാൻ ജോയ് ചെലവഴിച്ചത്. ഭാവിയിൽ ഒരുപാട് പേർക്ക് തന്റെ കണ്ടുപിടുത്തം ഉപകാരപ്രദമാകണമെന്നാണ് ജോയുടെ ആഗ്രഹം. 24 മലപ്പുറം. വയനാട് മീനങ്ങാടിയിലെ കടുവ ഭീതി ഒഴിയുന്നു. മീനങ്ങാടി അരിമുള റോഡിലും സമീപ പ്രദേശങ്ങളിലും കടുവയുടെ കാൽപ്പാടുകൾ കണ്ടതിന് പിന്നാലെ നടത്തിയ തെരച്ചിലിൽ കടുവ പ്രദേശം വിട്ടതായാണ് വനംവകുപ്പ് സ്ഥിരീകരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഡ്രോൺ പരിശോധനയും രാത്രികാല പരിശോധനകൾക്കും ശേഷമാണ് കടുവ പ്രദേശം വിട്ടതായി വനംവകുപ്പ് അറിയിച്ചത്. ഇക്കഴിഞ്ഞ 22-നാണ് ഇരുളം ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ മീനങ്ങാടി അരിമുള ഭാഗത്തും സമീപ പ്രദേശങ്ങളിലും കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയത്. പിന്നാലെ സ്ഥലത്ത് ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. RRTയുമായി ചേർന്ന ഡ്രോൺ പരിശോധനയും നടന്നിരുന്നു. എന്നാൽ പരിശോധനകളിൽ കടുവയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും നിലവിൽ കടുവ പ്രദേശം വിട്ടിരിക്കുകയാണെന്നും വനം വകുപ്പ്. നിലവിലിപ്പോൾ കുറച്ച് ദിവസമായിട്ട് കടുവൻ്റെ ചവിട്ടുപാടുകളൊന്നും കാണുന്നില്ല. മഴ പെയ്തതിന് ശേഷമായിരുന്നു കൂടുതലും കാണാറുള്ളത്. അപ്പം മഴ പെയ്തതിന് ശേഷവും ഇപ്പം ചവിട്ട് കാണുന്നില്ല. അപ്പം നമുക്ക് അവിടുന്ന് മാറി എന്നാണ് മനസ്സിലാവുന്നത്. കടുവയുടെ കാൽപ്പാടുകൾ പ്രദേശവാസികളെ ആശങ്കയിലാക്കിയിരുന്നു. പരിശോധനകൾക്ക് മുന്നോടിയായി വനം വകുപ്പ് ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. തെരച്ചിലിന്റെ ഭാഗമായി പ്രദേശത്ത് കാട് മൂടിക്കിടന്ന ചില എസ്റ്റേറ്റ് പ്രദേശങ്ങളും വൃത്തിയാക്കി പരിശോധിച്ചു. ഇത്തരം കാടുപിടിച്ച സ്ഥലങ്ങൾ വൃത്തിയാക്കാനും നിർദ്ദേശം നൽകി. രാത്രികാല പരിശോധനയും ശക്തമായിരുന്നു. നിലവിൽ കടുവാഭീതി ഒഴിഞ്ഞെങ്കിലും പതിവ് പോലെയുള്ള പരിശോധനകൾ തുടരുമെന്നും വനം വകുപ്പ് വ്യക്തമാക്കി. 24 വയനാട്. ഖത്തറിൽ നിന്നുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ ഇന്ത്യൻ വിമാന കമ്പനികൾ. ദോഹയിലെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് എയർ ഇന്ത്യ, ഇൻഡിഗോ, എയർ ഇന്ത്യ എക്സ്പ്രസ് കമ്പനികൾ മുഴുവൻ സർവീസുകളും നാളെ മുതൽ ആരംഭിക്കും. അർജുൻ പീതാംബരൻ തുടരുകയാണ്. അർജുൻ, പറഞ്ഞോളൂ. സർവീസുകൾ പുനരാരംഭിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു. വലിയ ആശ്വാസം പകരുന്ന വാർത്ത കൂടിയാണ്, തീരുമാനം കൂടിയാണ്. ഉന്മേഷ്, അസിത, നാളെ മുതൽ ഇന്ത്യൻ കാരിയറുകൾ എല്ലാ സർവീസുകളും പുനരാരംഭിക്കുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ ദോഹയിലെ ഇന്ത്യൻ എംബസി ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾ നടന്നിരുന്നു. മാത്രമല്ല ഉടൻ തന്നെ സർവീസുകൾ പൂർണ്ണ തോതിൽ പുനരാരംഭിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യം വ്യോമയാന മന്ത്രാലയവും അറിയിച്ചതാണ്. എന്തായാലും ഇപ്പോൾ ഒരു ഔദ്യോഗിക പ്രഖ്യാപനമായി പോയിരിക്കുന്നു. നാളെ മുതൽ എയർ ഇന്ത്യ, എയർ ഇന്ത്യ എക്സ്പ്രസ്, അതുപോലെ തന്നെ ഇൻഡിഗോ, ഈ 3 വിമാന കമ്പനികളും ഇന്ത്യയിലേക്കും അതുപോലെ തന്നെ തിരിച്ചും ഈ ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള സർവീസുകൾ തോതിൽ തന്നെ പുനരാരംഭിക്കാൻ പോവുകയാണ്. നേരത്തെ തന്നെ ഖത്തറിലെ വിമാനങ്ങൾ, അതായത് ഖത്തർ എയർവേസും അതുപോലെ തന്നെ മറ്റ് വിമാനങ്ങളും ഇന്ത്യയിലേക്കുള്ള സർവീസുകൾ പുനരാരംഭിച്ചിരുന്നു. അവിടെ കുടുങ്ങിക്കിടക്കുന്ന നിരവധി ആളുകളെ ഇന്ത്യയിലേക്ക് എത്തിച്ചിരുന്നു. അതിനപ്പുറത്തേക്കാണ് ഇപ്പോൾ ഇന്ത്യൻ കമ്പനികൾ കൂടി പൂർണ്ണ തോതിൽ വിമാന സർവീസുകൾ ആരംഭിക്കുന്നത്. നിലവിൽ പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ UAE അതുപോലെ തന്നെ ഖത്തർ ഉൾപ്പെടെയുള്ള GCC ഗൾഫ് രാജ്യങ്ങളിലെ മേഖലയിൽ സ്ഥിതിഗതികൾ കുറച്ചുകൂടി മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിലയിരുത്തലിലേക്കാണ് ഇന്ത്യൻ കമ്പനികളെല്ലാം തന്നെ എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഖത്തറിലും ഇതിനോടകം തന്നെ ഭാഗികമായിട്ടെങ്കിലും എയർ സ്പേസ് തുറന്ന് നൽകിയിട്ടുണ്ട്. കുറച്ചുകൂടി ഇളവുകൾ ലഭിക്കുന്ന അടിസ്ഥാനത്തിൽ, കുറച്ചുകൂടി സ്ഥിതികൾ മെച്ചപ്പെടുന്ന അടിസ്ഥാനത്തിൽ കൂടുതൽ സർവീസുകൾ ഇടാൻ വേണ്ടിയിട്ടുള്ള, അതായത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് സർവീസ് ഇല്ലാത്ത അവസ്ഥയുണ്ടായിരുന്നു, അതുകൂടി മേക്കപ്പ് ചെയ്യാൻ വേണ്ടി കൂടുതൽ സർവീസ് ഇടുന്ന കാര്യങ്ങളടക്കം ഈ ഇന്ത്യൻ കമ്പനികൾ ഇപ്പോൾ എന്തായാലും ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ എന്തായാലും അതിന് മുന്നോടിയായി നാളെ മുതൽ എല്ലാ സർവീസുകളും ആരംഭിക്കും. എന്തായാലും പ്രഥമ പരിഗണന നാട്ടിലേക്ക് മടങ്ങാനോ അല്ലെങ്കിൽ തിരിച്ചു പോകാനോ കഴിയാതെ കുടുങ്ങിക്കിടന്നവരെ എത്തിക്കാൻ വേണ്ടി തന്നെയായിരിക്കും. അതിനപ്പുറത്തേക്ക്
സാധാരണ സർവീസുകളാണ്. അതുകൊണ്ട് ആർക്കും ടിക്കറ്റ് എടുത്ത് പോകാം എന്നുള്ള കാര്യം കൂടിയാണ് ഇപ്പോൾ ഈ 3 വിമാന കമ്പനികളും വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ദോഹയിലെ ഇന്ത്യൻ എംബസിയും അറിയിച്ചിരിക്കുന്നത്. അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് വാർത്ത വരുന്നുണ്ട്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് കാലുവഴുതി യുവതി റെയിൽവേ ട്രാക്കിലേക്ക് വീണ് ട്രെയിനടിയിൽപ്പെട്ട് മരിച്ചു എന്നുള്ള വാർത്ത. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇന്ന് രാവിലെ 5:30 ഈ അപകടമുണ്ടായത് എന്നാണ് വിഷ്ണു സുരേഷ് ഇപ്പോൾ അറിയിക്കുന്നത് കൊച്ചിയിൽ നിന്ന്. മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. വാട്ടർ അതോറിറ്റിയുടെ തിരുവനന്തപുരം അരുവിക്കര ജലശുദ്ധീകരണശാലയിലും വെള്ളയമ്പലം ജംഗ്ഷനിലെ പ്രധാന പൈപ്പ് ലൈനിലും ഇന്ന് നിശ്ചയിച്ചിരുന്ന അറ്റകുറ്റപ്പണികൾ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചു. ജലവിതരണം സാധാരണ രീതിയിൽ നടക്കുമെന്നാണ് വാട്ടർ അതോറിറ്റി അറിയിക്കുന്നത്. എസ് വിനേഷ് കുമാറാണ് തിരുവനന്തപുരത്ത് ചേരുന്നത് വിശദാംശങ്ങളുമായി. വിനേഷ്, ഗുഡ് മോർണിംഗ്. നേരത്തെ നഗരത്തിൽ മിക്കയിടങ്ങളിലും കുടിവെള്ളം മുടങ്ങുമെന്നാണ് അറിയിച്ചിരുന്നത്. ഇപ്പോൾ അറ്റകുറ്റപ്പണികൾ മാറ്റിയിട്ടുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ വിനേഷ് കുമാർ? ഉന്മേഷ്, അസിത, ഏതായാലും തൽക്കാലത്തേക്ക് ഇത് മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വാട്ടർ അതോറിറ്റി പറയുന്നത്. അറ്റകുറ്റപ്പണികൾ ഇന്നും നാളെയുമായിട്ട് നടത്താനായിരുന്നു തീരുമാനം. അതായത് ഇന്ന് രാവിലെ 8 മുതൽ നാളെ രാവിലെ 8 വരെ പ്രധാനമായും ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ വെള്ളം മുടങ്ങും. അതായത് 50ഓളം ഡിവിഷനുകളിൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ പരിധിയിൽ വരുന്ന 50ഓളം ഡിവിഷനുകളിൽ ശുദ്ധജലം മുടങ്ങും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഈ അറ്റകുറ്റപ്പണികൾ അടുത്ത ദിവസത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. എന്തായാലും എപ്പോഴത്തേക്കാണ് എന്നുള്ള കാര്യം വ്യക്തമല്ല. അക്കാര്യം വാട്ടർ അതോറിറ്റി വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും ഇത്രയും സ്ഥലങ്ങൾ നമുക്കറിയാം, പ്രധാനമായും നഗരത്തിന്റെ പ്രധാനമായ സ്ഥലങ്ങളിൽ തമ്പാനൂർ, അതുപോലെ തന്നെ കവടിയാർ, പേരൂർക്കട, അമ്പലമുക്ക് പോലുള്ള സ്ഥലങ്ങളിൽ, ആറ്റുകാൽ പോലുള്ള സ്ഥലങ്ങളിലാണ് ശുദ്ധജലം മുടങ്ങേണ്ടിയിരുന്നത്. ഇവിടെയാണ് അറ്റകുറ്റപ്പണികൾ നടക്കേണ്ടിയിരുന്നത്. ഇതാണിപ്പോൾ അടുത്തൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചിട്ടുള്ളത്. ആ ഒരു തീയതി വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും ഉടൻ തന്നെ ഉണ്ടാവും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും ആളുകൾ ഒരു മുൻകരുതൽ സ്വീകരിക്കണം. എന്തായാലും ഇത്തരം സ്ഥലങ്ങളിൽ അറ്റകുറ്റപ്പണികൾ ഉണ്ടാവും എന്നുള്ള ഒരു റിലീസ് ഇന്നലെ വാട്ടർ അതോറിറ്റി പുറത്തുവിട്ടതായിരുന്നു. പിന്നീടാണ് അത് തിരുത്തിക്കൊണ്ട് തൽക്കാലത്തേക്ക് ഇല്ല എന്നുള്ളൊരു വിവരം പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഉന്മേഷ്, അസിത. വാട്ടർ അതോറിറ്റി മുൻപ് നിശ്ചയിച്ച അറ്റകുറ്റപ്പണികളാണ് മാറ്റിവെച്ചത്. അതോടുകൂടി കുടിവെള്ളം മുടങ്ങുന്ന സാഹചര്യം ഇന്നുണ്ടാകില്ല തിരുവനന്തപുരം ജില്ലയിലെ വിവിധയിടങ്ങളിൽ. വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്നവർക്ക് ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ ശമ്പളത്തോടുകൂടി 15 ദിവസം വരെ അവധി നൽകണമെന്ന മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം. നിലവിലെ തൊഴിലുടമയ്ക്ക് കീഴിൽ 2 വർഷം സർവീസ് പൂർത്തിയാക്കിയവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. സൗദി അറേബ്യയിലെ സ്വകാര്യ മേഖല ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഹജ്ജ് നിർവഹിക്കാനുള്ള അവധി സംബന്ധിച്ച അവ്യക്തതകൾ നീക്കിയാണ് മന്ത്രാലയത്തിന്റെ പുതിയ വിശദീകരണം. തൊഴിലാളികൾക്ക് 10 മുതൽ 15 ദിവസം വരെ ശമ്പളത്തോടു കൂടിയ അവധിക്ക് അർഹതയുണ്ടാകും. ബലിപെരുന്നാൾ അവധി കൂടി ഉൾപ്പെടുത്തിയാണ് ഈ കാലാവധി കണക്കാക്കുന്നത്. എന്നാൽ ഈ ആനുകൂല്യം ലഭിക്കുന്നതിന് പ്രധാനമായും 2 നിബന്ധനകളാണ് മന്ത്രാലയം മുന്നോട്ട് വെക്കുന്നത്. തൊഴിലാളി നിലവിലെ തൊഴിലുടമയുടെ കീഴിൽ കുറഞ്ഞത് 2 വർഷമെങ്കിലും തുടർച്ചയായി ജോലി പൂർത്തിയാക്കിയിരിക്കണം. കൂടാതെ തന്റെ സർവീസ് കാലയളവിൽ ഒരു തവണ മാത്രമേ ഇത്തരത്തിൽ ശമ്പളത്തോടു കൂടിയ ഹജ്ജ് അവധിക്ക് അർഹതയുണ്ടായിരിക്കുകയുള്ളൂ. മുമ്പ് ഹജ്ജ് നിർവഹിച്ചവർക്ക് ഈ അവധിക്ക് അർഹതയുണ്ടാവില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. അതേസമയം ഒരേ സമയം എത്ര പേർക്ക് അവധി നൽകണം എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ തൊഴിലുടമയ്ക്ക് അവകാശമുണ്ടാകും. സ്ഥാപനത്തിലെ ജോലികളെ ബാധിക്കാത്ത രീതിയിൽ ഓരോ വർഷവും അവധി നൽകുന്നവരുടെ എണ്ണം നിശ്ചയിക്കാൻ ഉടമയ്ക്ക് സാധിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ഹജ്ജ് തീർത്ഥാടനത്തിനായുള്ള ആരോഗ്യ നിബന്ധനകളും വാക്സിനേഷൻ മാർഗനിർദ്ദേശങ്ങളും സൗദി പബ്ലിക് ഹെൽത്ത് അതോറിറ്റി പുറത്തിറക്കി. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരെ തീർത്ഥാടനത്തിൽ നിന്ന് ഒഴിവാക്കാനാണ് അതോറിറ്റിയുടെ തീരുമാനം. ഹജ്ജ് സീസണിൽ പകർച്ചവ്യാധികൾ തടയുന്നതിന്റെ ഭാഗമായാണ് സൗദി ആരോഗ്യ മന്ത്രാലയം മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. മെനിഞ്ചൈറ്റിസ്, COVID-19 എന്നിവയ്ക്കുള്ള വാക്സിനുകൾ എല്ലാ തീർത്ഥാടകരും ജീവനക്കാരും എടുത്തിരിക്കണം. ആഫ്രിക്കൻ, അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്ക് യെല്ലോ ഫീവർ വാക്സിനും ചില രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് പോളിയോ വാക്സിനും നിർബന്ധമാണ്. അതേസമയം ശാരീരിക ശേഷി കുറഞ്ഞവർക്കും ഗുരുതര രോഗബാധിതർക്കും ഇത്തവണ ഹജ്ജിന് അനുമതിയുണ്ടായിരിക്കില്ല. വൃക്കരോഗികൾ, ഹൃദയസ്തംഭനമുള്ളവർ, ശ്വാസകോശ രോഗികൾ, അവസാനഘട്ട ക്യാൻസർ ബാധിതർ എന്നിവരെ ഒഴിവാക്കിയിട്ടുണ്ട്. അമിത ചൂട് മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കുടകൾ ഉപയോഗിക്കണമെന്നും ധാരാളം വെള്ളം കുടിക്കണമെന്നും വിദഗ്ധർ നിർദ്ദേശിക്കുന്നു. മാസ്ക് ധരിക്കാനും ശുചിത്വം പാലിക്കാനും ശ്രദ്ധിക്കണം. യാത്രയ്ക്ക് 3 ആഴ്ച മുമ്പ് തന്നെ ശാരീരികക്ഷമത മെച്ചപ്പെടുത്താനുള്ള വ്യായാമങ്ങൾ തുടങ്ങണമെന്നും ആരോഗ്യവകുപ്പ് തീർത്ഥാടകരോട് അഭ്യർത്ഥിച്ചു. 24 ജിദ്ദ.
വിനോദസഞ്ചാരികളുടെ പറുദീസയായ മലമ്പുഴയിൽ വേനൽ അവധിക്കാലത്ത് സഞ്ചാരികൾ എത്തുന്നത് തീരെ കുറയുകയാണ്. ചൂടും മലമ്പുഴ ഉദ്യാനത്തിന്റെ നവീകരണ പ്രവൃത്തിയുമാണ് സഞ്ചാരികളുടെ ഒഴുക്ക് കുറയാൻ കാരണമാകുന്നത്. ഉദ്യാനത്തിന് മുന്നിലുള്ള നടപ്പാതകൾ വിജനമായിരിക്കുന്നു. ആളൊഴിഞ്ഞ റോപ്പ് വേകൾ. ജലനിരപ്പ് താഴ്ന്നതോടെ തെക്കേ മലമ്പുഴയിലും കവാഭാഗത്തും സന്ദർശകരില്ല. സംസ്ഥാനത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് മലമ്പുഴ. നിരവധി പേർ ദിവസേന വന്നു പോകുന്നിടം. മലമ്പുഴ ഉദ്യാനം, തെക്കേ മലമ്പുഴ, റോക്ക് ഗാർഡൻ, കവ എന്നിവയാണ് പ്രധാന കേന്ദ്രങ്ങൾ. വേനലവധിക്കാലത്താണ് മലമ്പുഴയിൽ സഞ്ചാരികൾ കൂട്ടത്തോടെ എത്താറുള്ളത്. എന്നാൽ ഇത്തവണ വിനോദസഞ്ചാരികൾ എത്തുന്നത് വളരെ കുറഞ്ഞു. കഠിനമായ ചൂടും നവീകരണത്തിനായി മലമ്പുഴ ഉദ്യാനം അടച്ചിട്ടതും സന്ദർശകരുടെ എണ്ണം കുറയ്ക്കാൻ കാരണമായി. വിനോദസഞ്ചാരികളെയും പ്രതീക്ഷിച്ച് ചെറുകിട കച്ചവടം നടത്തുന്നവർക്കും തിരിച്ചടിയായി. ലോക്ക്ഡൌണിന് സമാനമാണ് മലമ്പുഴയിലെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് കച്ചവടക്കാർ പറയുന്നു. കച്ചവടക്കാർക്ക് ശരിക്ക് പെട്ടിരിക്കുകയാണ് എല്ലാവരും. കാരണം കഴിഞ്ഞ വെക്കേഷൻ കാലത്തൊക്കെ അവിടെ നല്ല തിരക്കും കച്ചവടക്കുള്ള സമയമായിരുന്നു. പ്രാവശ്യം വിസിറ്റേഴ്സും ഇല്ല, കച്ചവടമില്ല, തിരക്കും ഇല്ല, മൊത്തം ഒഴിഞ്ഞാണ്. ലോക്ക്ഡൗൺ കാലം പോലെ ഇപ്പോൾ കിടക്കുന്നത് അവിടെ. ഇത് വികസനം 2 മാസം 3 മാസം കൊണ്ടൊക്കെ കഴിയുമെന്ന് പറഞ്ഞിട്ടാണ് അവർ തുടങ്ങിയിരിക്കുന്നത്. ഇനിയിപ്പോൾ 2 കൊല്ലം 3 കൊല്ലം കഴിഞ്ഞാലും നടക്കില്ല. കച്ചവടക്കാരെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. എല്ലാവർക്കും കച്ചവടമില്ലായ്മയും ഇതൊക്കെ ബാധിച്ചിട്ടുള്ളതാണ്. മൈസൂർ വൃന്ദാവൻ മാതൃകയിൽ മലമ്പുഴ ഉദ്യാനത്തെ അണിയിച്ചൊരുക്കാനുള്ള പ്രവൃത്തികളാണ് ഉദ്യാനത്തിൽ നടന്നുവരുന്നത്. കേന്ദ്ര സർക്കാരിന്റെ സ്വദേശി ദർശൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 78 കോടി രൂപ ചെലവിലാണ് നവീകരണം. മാർച്ച് അവസാനത്തോടെ നവീകരണം പൂർത്തിയാക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ഇതുവരെ നവീകരണ പ്രവൃത്തികൾ പാതി പോലുമായിട്ടില്ല. പാലക്കാട്ടെ പകൽ നേരത്തെ പൊള്ളുന്ന ചൂടും വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് കുറയാൻ പ്രധാന കാരണമായി മാറി. വേനലവധി തീരാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ജൂണോടുകൂടി സ്കൂളും കോളേജുകളും തുറക്കും. വേനലവധിക്കാലത്താണ് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും ധാരാളം വിനോദസഞ്ചാരികൾ മലമ്പുഴയിലെത്താറുള്ളത്. എന്നാൽ ഇത്തവണ ചൂട് കൂടിയതിനാൽ വിനോദസഞ്ചാരികളുടെ എണ്ണം വളരെ കുറവാണ്. മലമ്പുഴയിൽ നിന്ന് ക്യാമറാമാൻ രാജീവ് സുദേവിനൊപ്പം ഷാരിഖ് നവാസ്, 24 പാലക്കാട്. കല്യാൺ സിൽക്സ് ഗ്രൂപ്പിന്റെ യൂത്ത് ഫാസ്റ്റ് ഫാഷൻ ബ്രാൻഡായ ഫാസിയുടെ 13ാമത് ഷോറൂം അങ്കമാലിയിൽ പ്രവർത്തനം ആരംഭിച്ചു. കല്യാൺ സിൽക്സ് ഗ്രൂപ്പ് ചെയർമാൻ TS പട്ടാഭിരാമൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആഗോള ഫാഷൻ ട്രെൻഡുകൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാകുന്ന ഫാസിയോയിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി 149 രൂപ മുതൽ ആരംഭിക്കുന്ന വസ്ത്രങ്ങളുടെ വലിയ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത്. വരും വർഷങ്ങളിലായി കേരളത്തിലുടനീളം ഫാസിയോയുടെ 100 ഷോറൂമുകൾ തുടങ്ങാനാണ് കല്യാൺ ലക്ഷ്യമിടുന്നത്. ഇതിലുള്ളതിൽ 80% ഞങ്ങളുടെ ഓൺ മാനുഫാക്ചറിംഗ് ആണ്. ഈ രീതിയിൽ വില കുറച്ച് കൊടുക്കുമ്പോൾ യൂസ് ആൻഡ് ത്രോ ആണ് മറ്റ് കമ്പനി. ഞങ്ങളുടെ യൂസ് ആൻഡ് റീയൂസ് ഗ്യാരണ്ടീഡ് പ്രോഡക്റ്റാണ് ഞങ്ങളിവിടെ കൊടുക്കുന്നത്. കാരണം കല്യാൺ എന്ന ബ്രാൻഡ് 100 കൊല്ലമായി കേരളത്തിൽ. അപ്പോൾ ഞങ്ങളിൽ വലിയൊരു വിശ്വാസം കേരളത്തിലെ കസ്റ്റമേഴ്സിനുണ്ട്. ആ വിശ്വാസം ഊട്ടിയുറപ്പിക്കാവുന്ന രീതിയിലാണ് ഞങ്ങളിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ICSE 10ാം ക്ലാസ്, ICSE 12ാം ക്ലാസ് പരീക്ഷാ ഫലം ഇന്ന് പ്രഖ്യാപിക്കും. രാവിലെ 11 മണിക്കാണ് ഫലപ്രഖ്യാപനം ഉണ്ടാവുക. ICSE 10ാം ക്ലാസ് പരീക്ഷ ഫെബ്രുവരി 17 മുതൽ മാർച്ച് 30 വരെയും ICSE 12ാം ക്ലാസ് പരീക്ഷ ഫെബ്രുവരി 12 മുതൽ ഏപ്രിൽ 6 വരെയുമാണ് നടന്നത്. 1.5 ലക്ഷം വിദ്യാർത്ഥികൾ 12ാം ക്ലാസ് പരീക്ഷ എഴുതിയപ്പോൾ 2.5 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് 10ാം ക്ലാസ് പരീക്ഷ എഴുതിയത്. result.cisce.org എന്ന വെബ്സൈറ്റുകളിലൂടെ വിദ്യാർത്ഥികൾക്ക് ഫലം പരിശോധിക്കാം. IPL ജയം തുടരാൻ നിലവിലെ ചാമ്പ്യനുമായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഇന്നിറങ്ങും. രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് ആണ് എതിരാളികൾ. അഹമ്മദാബാദിലാണ് മത്സരം നടക്കുക. ചോക്കേഴ്സ് ഒക്കെ പണ്ട് ചാമ്പ്യൻസ് ഡോമിനേഷൻ മോഡിലാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. 8ൽ 6 കളിയും ജയിച്ച RCBയെ പോയിന്റ് പട്ടികയിലെ 1ാം സ്ഥാനം തിരിച്ചുപിടിക്കാൻ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ. ഡൽഹി ക്യാപിറ്റൽസിനെ തകർത്തെറിഞ്ഞാണ് ബംഗളൂരുവിന്റെ വരവ്. DCയെ വെറും 75 റൺസിന് എറിഞ്ഞിട്ട് വിജയലക്ഷ്യം വെറും 6.3 ഓവറിൽ അടിച്ചെടുത്തു. ഒരു കാലത്ത് ചെണ്ടകളെന്ന ചീത്തപ്പേര് കേട്ടിരുന്ന ബംഗളൂരു ബൗളേഴ്സ് ചിന്നസ്വാമിയിൽ പോലും എതിരാളികളെ വിറപ്പിക്കുന്നു. ഭുവനേശ്വർ കുമാറും ജോഷ് ഹേസൽവുഡും നയിക്കുന്ന പേസ് നിരയും കൃണാൽ പണ്ഡ്യ, സുയേഷ് ശർമ്മ സ്പിൻ ജോഡിയും മിന്നും ഫോമിൽ. വിരാട് കോഹ്ലി നയിക്കുന്ന ബാറ്റിംഗ് നിരയും എതിരാളികൾക്ക് പേടി സ്വപ്നമാണ്. അതേസമയം ചെന്നൈയെ അവരുടെ മണ്ണിൽ വീഴ്ത്തിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഗുജറാത്ത് ടൈറ്റൻസ്. 8 മത്സരങ്ങളിൽ 4 വീതം ജയവും തോൽവിയുമോടെ 4ാം സ്ഥാനത്താണ് നിലവിൽ GT. ശുഭമാൻ ഗിൽ,
സായ് സുദർശൻ, ജോസ് ബട്ട്ലർ ടോപ്പ് 3 ആണ് ടീമിന്റെ കരുത്ത്. എന്നാൽ ഇവർക്ക് പിഴച്ചാൽ തകർന്നടിയുമെന്നത് ടീമിന്റെ പ്രധാന ബലഹീനതയും. മുഹമ്മദ് സിറാജും കഗീസോ റബാഡയും റാഷിദ് ഖാനും ഉൾപ്പെടെയുള്ള ബൌളിംഗ് നിര ചാമ്പ്യന്മാരെ ചലഞ്ച് ചെയ്യാൻ പോന്നവരാണ്. ബംഗളൂരുവിൽ നടന്ന മത്സരത്തിൽ വിരാട് കോഹ്ലിയുടെ അർദ്ധ സെഞ്ചുറി കരുത്തിൽ RCB 5 വിക്കറ്റിന് ജയിച്ചിരുന്നു. ജയം തുടരാൻ ബംഗളൂരുവും കണക്ക് തീർക്കാൻ ഗുജറാത്തും ഒരുങ്ങിയിറങ്ങുമ്പോൾ അഹമ്മദാബാദിലെ പോരാട്ടം കടുക്കും. സ്പോർട്സ് ഡെസ്ക് 24. UAE-യിലേക്ക് മൾട്ടിപ്പിൾ എൻട്രി വിസയ്ക്ക് അപേക്ഷിക്കുന്നവരുടെ എണ്ണത്തിൽ വർധനവ്. കഴിഞ്ഞ മാസത്തേക്കാൾ 30% വർധനവാണ് ഈ മാസം ഉണ്ടായത്. പശ്ചിമേഷ്യൻ നിലനിൽക്കുന്ന അനിശ്ചിതത്വമാണ് വർധനവിന് കാരണം എന്നാണ് വിലയിരുത്തൽ. താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നാലെ UAE-യിലേക്ക് വരുന്നവരുടെ എണ്ണത്തിൽ കാര്യമായ പുരോഗതിയുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലെ കണക്ക് പരിശോധിക്കുമ്പോൾ 50% കുറവാണെങ്കിലും നിലവിലെ സാഹചര്യം കണക്കിലെടുത്താൽ ഇത് മികച്ച കണക്കാണെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. മൾട്ടിപ്പിൾ എൻട്രി വിസയ്ക്ക് അപേക്ഷിക്കുന്നവരുടെ എണ്ണത്തിൽ 30% വർധനവാണ് ഉണ്ടായത്. ഒറ്റത്തവണ വന്ന് തിരിച്ചു പോകാനാകുന്ന വിസയോട് UAE-യിലേക്ക് വരുന്നവരുടെ താൽപ്പര്യം കുറഞ്ഞു. സംഘർഷ സാധ്യത പൂർണ്ണമായി അവസാനിക്കാത്തതിനാലാണ് ഒന്നിലധികം തവണ യാത്ര ചെയ്യാനാകുന്ന ഓപ്ഷൻ അധികം പേരും തിരഞ്ഞെടുക്കുന്നത്. സംഘർഷ സമയത്ത് സ്വന്തം രാജ്യങ്ങളിലേക്ക് പോയവർ മടങ്ങിയെത്തിയിട്ടുണ്ട്. പല രാജ്യങ്ങളിലേക്കുമുള്ള വിമാന സർവീസുകൾ സാധാരണ നിലയിലേക്ക് എത്തിയിട്ടില്ല. ചില വിമാന കമ്പനികൾ ഇടയ്ക്ക് സർവീസുകൾ റദ്ദാക്കിയിട്ടുമുണ്ട്. ടൂറിസ്റ്റ് മേഖല പഴയ നിലയിലേക്ക് മടങ്ങിയെത്തിയിട്ടില്ലെങ്കിലും മോശം അവസ്ഥയിലല്ല. 24 ദുബായ്. ഇതോടെ ന്യൂസ് ബ്രേക്സ് പൂർത്തിയാവുകയാണ്.